മാഷേ, യെസ്. നമ്മുടെ കുടിയിറക്ക് ഭീഷണി നേരിടുന്ന മുനമ്പത്തെ പാവങ്ങൾ അവരുടെ മുന്നിൽ പ്രതീക്ഷയുടെ ഒരു കൈത്തിരി വെട്ടം തെളിഞ്ഞിരിക്കുകയാണ്. അത് ഇന്ന് വൈകിട്ട് ഈ മുനമ്പം വിഷയം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി യോഗം വിളിച്ചിരിക്കുകയാണ്, പിണറായി വിജയൻ. അപ്പോൾ ആ യോഗത്തിൽ ലീഗും സമസ്തയും വഖഫും ഒക്കെ ഉണ്ട്, ഈ ഇവരുടെ എല്ലാം പ്രതിനിധികളുണ്ട്. അപ്പോൾ ആ യോഗത്തിൽ ഒരു നല്ല തീരുമാനം ഉണ്ടാകും എന്ന് കരുതുന്നു. പക്ഷേ ഇവിടെ ഒരു കാര്യം മാഷേ നമുക്ക് ചോദിക്കാനുള്ളത്, ഇത് ഫറൂഖ് കോളേജാണ് ഇവിടുത്തെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ഒരു പ്രതി ഫറൂഖ് കോളേജാണ്. ഫറൂഖ് കോളേജ് ഈ വിഷയത്തിൽ ഇതുവരെ വെച്ച നാക്കെടുത്തിട്ടില്ല, മിണ്ടിയിട്ടില്ല. എന്താണ് അവരുടെ മൗനത്തിന് കാരണം? ഈ ചോദ്യം ഞാൻ പല ഭാഗത്തുനിന്നും കേട്ടതാണ്. അപ്പോൾ എൻ്റെ കോളേജാണ് ഫറൂഖ് കോളേജ്. മാത്രമല്ല എൻ്റെ സഹോദരി ഇപ്പോൾ അവിടുത്തെ അധ്യാപികയാണ്, അവിടുത്തെ അസിസ്റ്റന്റ് പ്രൊഫസറാണ് മൈമൂന. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കൊരു കുടുംബസ്ഥാപനം പോലെയാണ്. ഞാനാക്കിയ കോളേജാണ്. അപ്പോൾ ഫറൂഖ് കോളേജ് അധർമ്മം ചെയ്യില്ലല്ലോ എന്നൊരു വിശ്വാസം എനിക്ക്. ഈ മുനമ്പത്തെ വലിയ അധർമ്മം കാണുമ്പോഴൊക്കെ, ഇപ്പോൾ 614 കുടുംബങ്ങളിലെ 10,000-ഓളം മനുഷ്യന്മാർ കിടപ്പാടത്തിന് വേണ്ടി സമരം ചെയ്യുമ്പോൾ ആ സമരത്തോട് ഐക്യപ്പെട്ടുകൊണ്ട് തന്നെ ഇതിൽ ഫറൂഖ് കോളേജ് ഒരു എങ്ങനെയാണ് ഒരു പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് എന്നത് ചോദ്യം എല്ലാ ഭാഗത്തു നിന്നും. ഏറ്റവും ഒടുവിൽ അത് ഉയർത്തിക്കേട്ടത് സുന്നികളുടെ പത്രമായ സുപ്രഭാതത്തിൻ്റെ മാനേജിംഗ് എഡിറ്റർ മുസ്തഫ മുണ്ടുപാറ ലേഖനം എഴുതിയിരുന്നു. എല്ലാവരും ഈ ചോദ്യം ചോദിക്കുന്നുണ്ട്, എല്ലാവരും ആവശ്യപ്പെടുന്നുണ്ട് അവരെന്താണ് മിണ്ടാത്തത്. ഞാനത് അന്വേഷിച്ചു പോയപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചത് എൻ്റെ ആദരണീയനായ, എനിക്ക് ഗുരുതുല്യനായ ഒരു സുഹൃത്ത്, മീൻസ് മതപണ്ഡിതനായ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നേതാവായ ഹുസൈൻ മടവൂരിനോടാണ്. ഡോക്ടർ ഹുസൈൻ മടവൂർ. അദ്ദേഹം വളരെ മാനവിക ഐക്യത്തിന് വേണ്ടി പല വേദികളുണ്ടാക്കി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, ഇന്ത്യയിലാകെ പാവങ്ങളായ വിദ്യാർത്ഥികളെ തെരഞ്ഞുപിടിച്ച് ജാതി മത അതീതമായി വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയൊരു മൂവ്മെൻറ്റിൻ്റെ നേതാവാണ്. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, എന്താണ് സർ ഫറൂഖ് കോളേജ് മിണ്ടാത്ത? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ ഒരു പുസ്തകം വായിക്കുക. ഇതൊക്കെ നടക്കുന്ന കാലത്ത് ദീർഘകാലം 1948 കോളേജ് വന്നത്. ആ കോളേജ് തുടങ്ങുന്ന കാലത്തെ അവിടെ അധ്യാപകനായിരുന്നു. പിന്നീട് അധികം വൈകാതെ ഉടനെ തന്നെ തുടക്കത്തിൽ 5 കൊല്ലത്തിനകം പ്രിൻസിപ്പലായി വന്ന് ആ കോളേജിനെ ഇന്നീ കാണുന്ന 1ാം ഗ്രേഡ് നിലയിലേക്ക് വളർത്തിയ ഒരാൾ ആണ് പ്രൊഫസർ KA ജലീൽ. അദ്ദേഹം ഇവിടുത്തുകാരനാണ്, നമ്മളെ പറവൂർക്കാരനാണ്. അപ്പോൾ KA ജലീൽ സാറ് ഫറൂഖ് കോളേജിൻ്റെ പ്രിൻസിപ്പൽ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഈ ഡെവലപ്മെൻ്റ് ഒക്കെ ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ കാലത്താണ് വിപുലമായ സംഭാവനകൾ വന്നത്, ഭൂമിയായും പണമായും ഒക്കെ. അദ്ദേഹത്തിൻ്റെ കാലത്താണ് വലിയ ഡെവലപ്മെൻ്റ് ഒക്കെ നടന്നതും. അദ്ദേഹം പിന്നീട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായി 1979 വൈസ് ചാൻസലറായി കഴിഞ്ഞിട്ട് അദ്ദേഹം മറ്റൊരു പദവി കൂടി വഹിച്ചു. അത് ഏതാണെന്നറിയോ? ഇന്ന് വിവാദമായി നിൽക്കുന്ന വഖഫ് ബോർഡിൻ്റെ ചെയർമാനുമായിരുന്നു അദ്ദേഹം. ആദ്യം മെമ്പറായിരുന്നു, പിന്നെ ചെയർമാനായിരുന്നു. ഈ പദവിയിലൊക്കെ ഇരുന്ന ഒരാൾ തീർച്ചയായിട്ടും ഇതിൽ നിലപാടില്ലാതിരിക്കില്ലല്ലോ. ഇത് മുഴുവൻ അറിഞ്ഞ ഒരാളാണ്. ഫറൂഖ് കോളേജിനാണ് ഭൂമി കിട്ടിയത്. ഇപ്പോൾ കൊച്ചിയിലെ സിദ്ദിഖ് സേട്ട് ഫറൂഖ് കോളേജിന് ഭൂമി കൊടുത്തു. ഫറൂഖ് കോളേജിന് വഖഫ് ആണ് ഭൂമി കൊടുത്തതെങ്കിൽ ഫറൂഖ് കോളേജ് പിന്നെ ആ ഭൂമി വിൽക്കാനിടയില്ല. കാരണം അവർക്ക് വഖഫിൻ്റെ സകല നിയമങ്ങളും അറിയാവുന്നവരാണ്, അത്രയേറെ സൂക്ഷ്മത ജീവിതത്തിൽ പാലിക്കുന്നവരാണ്, ദൈവത്തോട് അങ്ങേയറ്റം കൂറു പുലർത്തുന്നവരാണ്. ദൈവമാർഗത്തിലാണ് അവർ കോളേജ് സ്ഥാപിക്കുന്നത്. ദൈവത്തിന് വിരുദ്ധമായ തരത്തിലൊരു ട്രാൻസാക്ഷൻ അവർ നടത്തില്ല എന്നൊക്കെ തോന്നിക്കൊണ്ടേ അദ്ദേഹം പറഞ്ഞു. നീ KA ജലീൽ സാറിൻ്റെ ഒരു ആത്മകഥയുണ്ട്, ആ പുസ്തകത്തിൻ്റെ പേര് തിരിഞ്ഞു നോക്കുമ്പോൾ എന്നാണ്. അദ്ദേഹം 2012 മരിച്ചുപോയി. അപ്പോൾ 2001 എങ്ങാണ്ട് ഇറങ്ങിയ പുസ്തകം. അതുവരെയുള്ള അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ എഴുതി വെച്ചതാണ്. നല്ല മനോഹരമായ സരളമായ ഒരു ഓർമ്മക്കുറിപ്പാണ്. കേരള ചരിത്രത്തിൻ്റെ, പ്രത്യേകിച്ച് മലബാറിൻ്റെ വിദ്യാഭ്യാസ പുരോഗതിയൊക്കെ അറിയാൻ പ്രശാന്തിന് താല്പര്യമുണ്ടെങ്കിൽ എടുത്തു നോക്കാവുന്ന ഒരു പുസ്തകമാണ്. നിർഭാഗ്യവശാൽ അത് ഔട്ട് ഓഫ് പ്രിന്റ് ആണ്. അത് ഇറക്കണം എന്ന് ഞങ്ങളൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ പെങ്ങൾ അവിടെ ഉള്ളതുകൊണ്ട് അവൾ ഒരു കോപ്പി എടുത്ത് മുഴുവനായിട്ട് ഫോട്ടോകോപ്പി എടുത്ത് എനിക്ക് തരികയുണ്ടായത്. അവളോട് നന്ദി പറയണം. ഞാൻ ആ പുസ്തകം വായിച്ചു നോക്കി, ഹുസൈൻ സാറിൻ്റെ നിർദ്ദേശപ്രകാരം. ആ പുസ്തകം വായിച്ചു നോക്കുമ്പോൾ കൃത്യമായി ഒരു പാരഗ്രാഫ്, ആ പുസ്തകം വലിയ പുസ്തകമാണ് കേട്ടോ, 300 പേജുണ്ട്, 280 പേജുണ്ട്, കൊച്ചു അധ്യായങ്ങൾ, 51 അധ്യായങ്ങളുണ്ട്. അതിൽ ഞാനത് വായിച്ചു പോയപ്പോൾ 18ാമത്തെ അധ്യായത്തിൻ്റെ പേര് ആരംഭ നാളുകളിലെ അധ്വാനവും ആഹ്ലാദവും എന്നാണ്. കോളേജിൻ്റെ ആദ്യകാലത്തെ. അപ്പോൾ കഠിനാധ്വാനമായിരുന്നു. ഒരു കുന്നുംപുറത്ത്, അതായത് ആദ്യം ഒരു കുന്നുംപുറത്ത് ഒരു കൊച്ചു കെട്ടിടത്തിൽ നിന്ന് വളർന്ന് ഇന്നിപ്പോൾ ആ ഭാഗത്ത് പോയിട്ടില്ലേ? കാണേണ്ടതാണ്. അതിഗംഭീരമായ മനോഹരമായ വലിയ ക്യാമ്പസാണ്. അപ്പോൾ
അക്കാലത്തുണ്ടായ ചില ആഹ്ലാദങ്ങൾ പറയുന്ന ഒരു ചാപ്റ്ററാണ് ഈ 18. അക്കാലത്തുണ്ടായ ആഹ്ലാദങ്ങളിൽ ഒന്നാണ് ഈ മുനമ്പം ഭൂമി കിട്ടിയ സംഭവം. ഇനി മുനമ്പം പ്രശ്നത്തിന്റെ അടിത്തറ എന്താണ്? സിദ്ദിഖ് സേട്ട് ഫറൂഖ് കോളേജിന് വഖഫായി കൊടുത്തു, ദാനം ചെയ്തു, ദൈവനാമത്തിൽ 405 ഏക്കർ ഭൂമി ദാനം ചെയ്തു. ദാനം ചെയ്ത ഭൂമി പിന്നെ ഫറൂഖ് കോളേജ് വിറ്റു. ഫറൂഖ് കോളേജ് വിറ്റത് വാങ്ങിച്ച് പല കുറി കൈമാറി വന്ന ആളുകളാണ് ഇപ്പോൾ അവിടെ ജീവിക്കുന്നത്. അത് ഈ കുടുംബങ്ങൾ, അവിടെ മത്സ്യത്തൊഴിലാളികൾ മാത്രമല്ല, അവിടെ കുറേ റിസോർട്ടുകൾ വന്നിട്ടുണ്ട്, മഹീന്ദ്ര പോലുള്ള കച്ചവട സ്ഥാപനങ്ങളുണ്ട്. അവരൊക്കെ ഇത് കൈമാറ്റം ചെയ്ത് കിട്ടിയ അടിസ്ഥാന രേഖകളുള്ള ഭൂമി ആയതുകൊണ്ടാണല്ലോ വാങ്ങിയത്. അപ്പോൾ ആരാണ് അനീതി കാണിച്ചത്? വഖഫ് ഭൂമി വിൽക്കാൻ പാടില്ല എന്ന് അറിഞ്ഞുകൊണ്ട് ഫറൂഖ് കോളേജ് വിൽക്കുമോ? ഇതാണ് ചോദ്യം. ഈ ചോദ്യത്തിന് ഹുസൈൻ സാറിൻ്റെ മാർഗദർശനം വളരെ കൃത്യമായിരുന്നു. ഞാൻ ആ പുസ്തകം വായിച്ചിട്ട് 18-ാം അധ്യായത്തിലെ ഒരു പാരഗ്രാഫ് ഞാൻ വായിക്കാം. ആ പാരഗ്രാഫ് മതി മുനമ്പം പ്രശ്നത്തിൻ്റെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നറിയാൻ. ആ പാരഗ്രാഫ് വായിക്കാം. ആ പാരഗ്രാഫ് മാത്രം വായിച്ചാൽ മതി. ഫറൂഖ് കോളേജിൻ്റെ ആദ്യകാലത്തെ കഷ്ടപ്പാടുകൾ, കടം, സാമ്പത്തിക പ്രശ്നങ്ങൾ, പ്രയാസങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നീട് ധനാഢ്യരായ ആളുകളെ കോളേജ് മാനേജിംഗ് കമ്മിറ്റി സമീപിച്ചു. മാനേജ്മെന്റ് ആരാന്നറിയോ? ഖാൻ ബഹദൂർ ഉണ്ണിക്കമ്മു സാഹിബ്, പാലക്കാട്ടുകാരൻ, അദ്ദേഹമായിരുന്നു പ്രസിഡന്റ്. മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറിയും പിന്നീട് കേരള നിയമസഭാ സ്പീക്കറും ഒക്കെ ആയിരുന്ന KM സീതി സാഹിബായിരുന്നു സെക്രട്ടറി. പിന്നെ ഒരുപാട് പേരുണ്ട് അതിന്റെ ഭരണസമിതിയിൽ, ഒരുപാട് പേരുണ്ട്. ഫൈനാൻസ് കമ്മിറ്റിയിൽ മുസ്ലിം ലീഗിന്റെ പിന്നീട് പ്രസിഡന്റ് ആയിരുന്ന പാണക്കാട്, ഇദ്ദേഹം ബാഫക്കി തങ്ങളുണ്ട്, സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുണ്ട്. മുസ്ലിം ലീഗിന്റെ MP ആയിരുന്ന B പൊക്കർ സാഹിബ് ഉണ്ട്. അപ്പോൾ മുസ്ലിം ലീഗുകാർ വലിയ തോതിൽ ഫറൂഖ് കോളേജിന് ആദ്യകാലത്ത് വലിയ സംഭാവന വെച്ചാൽ വലിയ നേതൃത്വം നൽകിയിട്ടുണ്ട്. മാത്രമല്ല അന്ന് മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ കമ്മിറ്റിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു കാറ്, ആ കാറ് ഫറൂഖ് കോളേജിന് സംഭാവന ചെയ്തു. കാരണം ആർക്കെങ്കിലും ഒന്ന് സഞ്ചരിക്കാൻ ഒരു കാറ് പോലും അന്ന് ഇല്ലെങ്കിൽ ആ കോളേജ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട്. അപ്പോൾ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത്, ഈ കമ്മിറ്റി പിന്നീട് ധനാഢ്യന്മാരായ മുസൽമാന്മാരെ സമീപിക്കാൻ തുടങ്ങി. ഞങ്ങളെ സഹായിക്കണം, ഈ സ്ഥാപനം വലിയ ഭാവിയുണ്ട്, നമ്മുടെ സമുദായത്തിന്റെ നന്മക്ക് കൂടി ഇത് ഉപകരിക്കും. അപ്പോൾ ആ സമയത്ത് നടന്ന ഒരു പ്രവർത്തനം ജലീൽ സാറ് സത്യസന്ധമായി, കാരണം അദ്ദേഹത്തിന്റെ ഒന്നാം സാക്ഷിയാണ് അദ്ദേഹം, ആ കോളേജിനെ 48 മുതലുള്ള ആളാണ്. ഇതാണ് പാരഗ്രാഫ്. തുടർന്നുള്ള പ്രവർത്തനത്തിന്റെ ഫലമായി കൊച്ചിയിലെ സിദ്ദിഖ് സേട്ട് വൈപ്പിൻകരയുടെ വടക്കേ അറ്റത്ത് മുനമ്പം എന്ന സ്ഥലത്ത് കടലിനും തോടിനും മധ്യേ സ്ഥിതി ചെയ്തിരുന്ന വിശാലമായ ഭൂപ്രദേശം കോളേജിന് നൽകി. 404 ഏക്കർ വിസ്താരമുണ്ടായിരുന്ന ആ ഭൂമിയുടെ പല ഭാഗവും ഇടക്കാലത്ത് കടലെടുത്തു പോയതുകൊണ്ട് വിസ്തൃതി 151 ഏക്കറായി കുറഞ്ഞിരുന്നു. അന്ന് തന്നെ 151 ഏക്കറേ ഉള്ളൂ. 404 എന്നൊക്കെ ആധാരത്തിൽ പറഞ്ഞത് പഴയ ശ്രീമൂലം തിരുനാളിന്റെ കണക്കാണ്. അത് കടലെടുത്ത് ഒരുപാട് പോയി. 151 ഏക്കറേ ഉള്ളൂ ഫറൂഖ് കോളേജിന് കിട്ടുമ്പോൾ. 151 ഏക്കർ സ്ഥലം 151 ഏക്കറായി കുറഞ്ഞിരുന്നു. കോളേജിന് ലഭിക്കുമ്പോൾ 151 ഏക്കർ സ്ഥലം രണ്ടായി പിരിഞ്ഞു കിടക്കുകയായിരുന്നു. തോടിന്റെ ഭാഗത്ത് അത് ഒരു ജലാശയമായി മാറിയിരുന്നു. വളരെ വികസന സാധ്യതയുള്ള സ്ഥലമായിരുന്നു അത്. ഈ പറഞ്ഞതിൽ എവിടെയെങ്കിലും വഖഫ് എന്ന വാക്കുണ്ടോ നോക്കുക. ഇല്ല എന്നതിന്റെ അവസാനത്തെ, ആ പാരഗ്രാഫിലെ അവസാനത്തെ വാക്യം, 1,00,000 ഉറുപ്പിക വില നിശ്ചയിച്ചായിരുന്നു സിദ്ദിഖ് സേട്ട് ആ സ്ഥലം കോളേജിന് നൽകിയത്. അപ്പോൾ കോളേജ് പണം കൊടുത്തു, ഫറൂഖ് കോളേജ് വില കൊടുത്തു വാങ്ങിയതാണ്. 1,00,000 രൂപ അന്നാണെന്ന് ഓർക്കണം. 1,00,000 രൂപ വില നിശ്ചയിച്ച് വാങ്ങിയതാണെന്ന് ഓർക്കണം. കഷ്ടകാലത്തിന് എനിക്ക് തോന്നുന്നു അന്നത്തെ ഒരു രീതി അനുസരിച്ചാവാം, അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും ഈ 1950 നവംബർ മാസം 1-ാം തീയതി, കാര്യം മനസ്സിലായല്ലോ, ഫറൂഖ് കോളേജിന് വഖഫ് കിട്ടിയതല്ല, ഫറൂഖ് കോളേജ് വില കൊടുത്ത് വാങ്ങിച്ചതാണ്. എന്താ കാരണം? 2 കാരണങ്ങൾ. ഒന്ന്, അന്ന് ഈ സിദ്ദിഖ് സേട്ട് ആരാണ്, അത് അദ്ദേഹത്തെക്കുറിച്ചുള്ള പഠനം നടന്നു വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഉടനെ വെളിപ്പെടും. അദ്ദേഹം കൊച്ചി സത്താർ സേട്ടിനാണ് ശ്രീമൂലം തിരുനാള് ഭൂമി കൊടുത്തത്. സത്താർ സേട്ട് സിദ്ദിഖ് സേട്ടിന്റെ ആരാണ്? ആരുമല്ല. സിദ്ദിഖ് സേട്ട് അക്കാലത്തെ ഇവിടുത്തെ ഒരു വ്യാപാര പ്രമുഖനായിരുന്നു. അദ്ദേഹത്തിനെ സത്താർ സേട്ട് ഒരു റിസീവറോ ആയി വെച്ചതാണ്. എന്നുവെച്ചാൽ ഇതിന്റെ കാര്യങ്ങൾ നടത്തി നോക്കാൻ വെച്ചതാണ്. സത്താർ സേട്ടും സിദ്ദിഖ് സേട്ടും തമ്മിൽ യാതൊരു തരത്തിലുള്ള കുടുംബബന്ധവുമില്ല എന്ന് മാത്രമല്ല, സത്താർ സേട്ടിന്റെ മക്കളോട് പിന്നീട് ഈ സിദ്ദിഖ് സേട്ട് പെരുമാറിയതൊന്നും മനുഷ്യത്വപരമായിട്ടായിരുന്നില്ല. ഇനി ഈ റിസീവറായി കിട്ടിയ ഭൂമി ഇദ്ദേഹം മറിച്ചു വിറ്റതാണ്.
ഓ അത് ശരി. മനസ്സിലായോ? സർദാർ സേട്ടൻ അവകാശപ്പെട്ട ഭൂമി ആ. റിസീവറായിട്ട് ഭരിക്കാൻ വന്ന സിദ്ദിഖ് സേട്ട് സേട്ട് വിറ്റതാണ്. ഇതാണ് കാര്യം. സിദ്ദിഖ് സേട്ട് വിറ്റു. കാരണം സിദ്ദിഖ് സേട്ട് വിൽക്കുകയേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെതല്ല ഭൂമി, വിൽക്കാനേ പറ്റുള്ളൂ. അദ്ദേഹത്തിന് വിൽക്കാൻ അവകാശം ഉണ്ടായിരുന്നു. അതിനുള്ള അവകാശം ഇദ്ദേഹത്തിന്റെ മേൽ പവർ ഓഫ് കൊടുത്തിരുന്നു. അറ്റോർണി വല്ലതും കൊടുത്തത്. പക്ഷേ അതിന്റെ വിഹിതം, ഇദ്ദേഹം വിറ്റുപോയ സ്വത്തുക്കളുടെ വിഹിതമൊന്നും കുടുംബത്തിന് കിട്ടിയില്ല എന്ന ആക്ഷേപം വേറെയുണ്ട്. അത് സർദാർ സേട്ടിന്റെ കുടുംബാംഗങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്താൻ ഉടൻ തന്നെ വെളിപ്പെടുത്തുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതാണ് ഇതിന്റെ അടിസ്ഥാനപരമായ കാര്യം. ഇനി ഈ സ്വത്തിൽ നിന്നാണ് പിന്നെ സംഭവിക്കുന്നത്. ഈ കിട്ടിയ ഭൂമി ഫറൂഖ് കോളേജിന് വില വാങ്ങിയതാണ്. വില വാങ്ങിയ ആധാരത്തിൽ 1950 നവംബർ 1 തയ്യാറാക്കിയ ആധാരത്തിൽ വഖഫ് ആധാരം എന്ന് എഴുതിപ്പോയി എന്നതൊഴിച്ചാൽ, വഖഫ് ആധാരമാണെങ്കിൽ ആ ആധാരത്തിൽ എങ്ങനെയാണ്, വഖഫ് ഭൂമിയാണെങ്കിൽ ആ ആധാരത്തിൽ എങ്ങനെയാണ് ഇത് കോളേജിന്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ എൻ്റെ കുടുംബത്തിന്, എൻ്റെ അനന്തരാവകാശികൾക്ക് തിരിച്ചു കൊടുക്കേണ്ടതാണെന്ന് എഴുതുക? വഖഫ് ആധാരമല്ലല്ലോ, സംഭാവനയും അല്ലല്ലോ. ഇത് യഥാർത്ഥത്തിൽ പണം കൊടുത്ത് വാങ്ങി. ഇത് അതിനകത്തൊരു ക്ലോസ് എഴുതി വെച്ചു എന്നുള്ളത് ഒഴിച്ചാൽ പണം കൊടുത്ത് വാങ്ങിയതാണ്. കോളേജിന്റെ ആവശ്യത്തിന് അല്ലെങ്കിൽ. അപ്പോൾ എന്താന്ന് വെച്ചാൽ ഇത് എന്തിനാണെന്നറിയോ? ഇത് രണ്ട് തരത്തിലുള്ള ആളുകളെ പറ്റിക്കാനാണ്. സർദാർ സേട്ടിന്റെ ആളുകളുടെ മുമ്പിൽ ഈ ആധാരം വഖഫ് ആധാരമാണെന്ന് വരുത്തണം. ഉപ്പാപ്പ എന്നെ ഏൽപ്പിച്ച ഭൂമി ഞാനിതാ ഫറൂഖ് കോളേജിന് സംഭാവന കൊടുത്തിരിക്കുന്നു എന്ന് പറയണം. എന്നാൽ സ്വകാര്യമായി 1 ലക്ഷം രൂപ അന്ന് കാശായിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. എന്നിട്ടോ ആ വാങ്ങിച്ച കൂട്ടത്തിൽ ഒരു തട്ടിപ്പ് കൂടി നടത്തി. അഥവാ വല്ല കാരണവശാലും സ്വന്തം മക്കളെ പറ്റിക്കാൻ. മനസ്സിലായോ? സ്വന്തം മക്കൾക്ക് ഇനിയിപ്പോ അങ്ങനെ കിട്ടിയൊരു ഭൂമി നിങ്ങൾ വിൽക്കുകയാണെങ്കിൽ തന്നെ ഫറൂഖ് കോളേജിന് ദാനം കൊടുത്താൽ തന്നെ ഞങ്ങളെ പരിഗണിച്ചില്ല എന്ന് പറയണ്ടല്ലോ. അഥവാ ഫറൂഖ് കോളേജിന് അത് ആവശ്യം വരാതെ വന്നാൽ എനിക്ക് തിരിച്ചു തരേണ്ട, എൻ്റെ കുടുംബത്തിന് തിരിച്ചു കൊടുക്കേണ്ടതാണ് എഴുതി വെക്കുകയും ചെയ്തു. ആഫ്റ്റർ ഓൾ എന്താ സംഭവിക്കുന്നത്? അതിന്നൊരു വലിയൊരു മനുഷ്യാവകാശ അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പ്രശ്നം എന്താ? വഖഫ് ഭൂമിയാണോ അല്ലയോ? വഖഫ് ഭൂമി അല്ല എന്നതിന്റെ ഏറ്റവും വലിയ രേഖയാണ് ഈ പുസ്തകം. മാത്രമല്ല ഫറൂഖ് കോളേജിന്റെ എല്ലാ രേഖകളും തെളിയിക്കുന്നുണ്ട്. ആദ്യകാലത്ത് ഫറൂഖ് കോളേജ് സ്ഥാപിക്കുമ്പോൾ തൊട്ട് അവിടെ പ്രവർത്തിച്ചു വന്ന ഒരാൾ, പിന്നീട് അതിന്റെ പ്രിൻസിപ്പളൊക്കെ ഒരാൾ പറയുകയാണ് കൃത്യമായിട്ട് രേഖ പണം കൊടുത്ത് വാങ്ങിയതാണ്. ഇനി ഇതൊന്നും ഫറൂഖ് കോളേജ് കള്ളത്തരം കാണിക്കൂല. ഇത് ഫറൂഖ് കോളേജിന്റെ ഓരോ മിനിറ്റ്സിലും ഇതുണ്ട്. വഖഫ് ബോർഡ് ആദ്യം ചെയ്യേണ്ടിയിരുന്നു. ഇപ്പൊ നിസാർ കമ്മിറ്റി റിപ്പോർട്ട് ഉൾപ്പെടെ ചെയ്ത അബദ്ധതാണ്. നിസാർ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പൊ മുനമ്പം ഭൂമി വഖഫ് ഭൂമിയാണെന്ന് അന്വേഷണ കമ്മീഷൻ 2007 സർക്കാർ വെച്ചതാണ്. 2009 റിപ്പോർട്ട് സമർപ്പിച്ചു. 2010 സർക്കാർ അംഗീകരിച്ചപ്പോഴാണ് യഥാർത്ഥത്തിൽ മുനമ്പം വഖഫ് ഭൂമിയാണെന്ന് രണ്ടാമത് ആരംഭിക്കുന്നത് അവിടെയാണ്. സത്യത്തിൽ ഈ നിസാർ കമ്മിറ്റി പോയിട്ട് ഫറൂഖ് കോളേജിന്റെ ഫയലുകൾ പോലും നോക്കിയിട്ടില്ല. അല്ല, അവരോട് വിശദീകരണം തേടേണ്ട ഒരാളോടും ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് ഫറൂഖ് കോളേജ് ഇതിൽ ഇപ്പൊ സത്യം പറഞ്ഞാൽ ഫറൂഖ് കോളേജിന്റെ രേഖകൾ വളരെ ക്ലിയർ ആണ്. അതാണ് ഈ രേഖ തെളിയിക്കുന്നത്. ഇനി എന്താണ് മാഷെ, മുനമ്പത്തുകാർക്ക് ആശ്വസിക്കാം, അവരെ ആരും കുടിയിറക്കില്ല. കാരണം ഇത് കോടതിയിൽ വന്നാൽ എല്ലാ തെളിവുകളും ഉണ്ട്. അവർക്ക് വേണ്ടി സംസാരിക്കുന്ന ആദ്യത്തെ രേഖ ഒരുപക്ഷെ മലയാളത്തിലെ ഈ പുസ്തകമായിരിക്കും. ഫറൂഖ് കോളേജിന്റെ രേഖകൾ മുഴുവനും അവർ ഹാജരാക്കാൻ തയ്യാറാണ്. ഫറൂഖ് കോളേജ് പറയുന്നത് ഞങ്ങൾക്ക് ഇതിൽ ഒന്നും ഒളിച്ചു വെക്കാനില്ല, ഞങ്ങൾ വില കൊടുത്ത് വാങ്ങിയതാണ്. ഇനി ഫറൂഖ് കോളേജ് ഈ ഭൂമി വിറ്റു. ഫറൂഖ് കോളേജ് ഈ ഭൂമി വിറ്റല്ലോ. വിറ്റിട്ട് എന്താ ചെയ്തത്? ആ കാശ് കൊണ്ടുപോയിട്ട് അൽ ഫാറൂഖ്, ഇതിന് എനിക്ക് തോന്നുന്നു അന്തിമമായി ഇത് വിൽക്കാൻ അഡ്വക്കേറ്റ് MV പോൾ എന്നൊരു വക്കീലിനെ ഏൽപ്പിച്ചു. അദ്ദേഹത്തിന്റെ ആധാരത്തിൽ പറയുന്നത് 10,000 രൂപക്ക് വിറ്റു എന്നാണ്. അത് ആധാരത്തിൽ പറയുന്നൊന്നും ആയിരിക്കില്ലല്ലോ. അത് സ്വാഭാവികമായിട്ടും അത് ഈ ഇതിനാണ് മുദ്രപത്രത്തിന്റെ സ്റ്റാമ്പ് ഡ്യൂട്ടി കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. 10,000 എന്ന രേഖയിൽ കാണിച്ചിട്ടുണ്ട്. ആ 10,000 രൂപ ആധാരത്തിലും യഥാർത്ഥ സംഖ്യ എത്രയാണോ അത് അവിടുത്തെ കണക്കിലും വന്നിട്ടുണ്ട്. ആ സംഖ്യ എന്തിനു വിനിയോഗിച്ചു എന്നും പറഞ്ഞിട്ടുണ്ട്. ഫാറൂഖ് കോളേജിനോട് ചേർന്ന് അതേ നിലവാരത്തിലുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു ഫീഡിംഗ് സ്കൂൾ വേണം എന്ന് പറഞ്ഞു. അൽ ഫാറൂഖ് ഇംഗ്ലീഷ് സ്കൂൾ തുടങ്ങാൻ വേണ്ടി ഭൂമി വാങ്ങിയത് ആ കാശ് കൊണ്ടാണ്. ഫറൂഖ് കോളേജ് ആ ഭൂമിയിൽ നയാ പൈസയുടെ കൃത്രിമവും കാണിച്ചിട്ടില്ല, ക്രമക്കേടും കാണിച്ചിട്ടില്ല. സത്യസന്ധമായ ഒരു ലോകത്തോട് പറഞ്ഞിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്, അവരുടെ രേഖകളിലുണ്ടെന്ന് മാത്രമല്ല. 2012 ഇറങ്ങിയ പുസ്തകം. പുസ്തകം ഇറങ്ങുന്നത് 2001 പക്ഷേ 2001 ഈ പുസ്തകം ഇറങ്ങുമ്പോൾ ഇദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്. 2012 വരെ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്. ഇതിനിടയിലാണ് ഈ സംഭവം നടക്കുന്നത്. നിസാർ കമ്മീഷൻ വരുന്നത് 2007 2009 റിപ്പോർട്ട് സർക്കാർ. അതിനിടയിൽ ചെന്നിട്ട് KA ജലീൽ സാറിനോടെങ്കിലും ഒന്ന് ചോദിച്ചൂടെ? ചോദിച്ചില്ല എന്നുള്ളതാണ്. ആരൊക്കെയോ കാണിച്ച കൃത്യവിലോപത്തിന്റെ ഫലമാണ്
ഇന്ന് മുനമ്പത്തുകാരുടെ ദുഃഖത്തിന് സത്യം അവരറിയട്ടെ. എനിക്ക് തോന്നുന്നു ഈ പരിഹാരം ഏറെയൊന്നും അകലെയല്ല. തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെന്റ് നിയമം വരുമ്പോൾ പരിഹാരം അന്തിമമായി ഇവിടെ മാത്രമല്ല എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകുമായിരിക്കും. പക്ഷേ മുനമ്പത്തുകാർക്ക് അതിന് മുമ്പേ പരിഹരിക്കാനുള്ള പരിഹാരമുണ്ട്. ഇന്നത്തെ കമ്മിറ്റിയിൽ എന്തൊക്കെ വരുന്നു, ഇന്നിപ്പോൾ സർക്കാർ മുൻകൈ എടുത്ത കമ്മിറ്റിയിൽ എന്തൊക്കെ പറഞ്ഞാലും ഒരു കാര്യത്തിൽ എനിക്ക് ആശ്വാസമുണ്ട്. ഫറൂഖ് കോളേജ് ഉൾപ്പെടെ കേരളത്തിലെ ഉത്തരവാദപ്പെട്ട ഒരു മുസ്ലിം സംഘടനയും അവിടുത്തെ മുനമ്പത്തുകാരെ കുടിയിറക്കണം എന്ന് പറഞ്ഞിട്ടില്ല. അത് രമ്യമായി പരിഹരിക്കണം, അവരെ ഉപദ്രവിക്കാതെ പരിഹാരം കാണണം എന്നാണ് പറയുന്നത്. വഖഫ് ബോർഡിന്റെ ക്ലെയിം പിൻവലിക്കണം, അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം. പിൻവലിക്കേണ്ടതാണ് എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ രേഖയാണ് നമ്മൾ നാട്ടുകാരോട്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം മാഷേ, വൈകിട്ടത്തെ യോഗ തീരുമാനം എന്താണെന്ന് അറിഞ്ഞാൽ തീർച്ചയായും നമുക്ക് കുറച്ചുകൂടെ ഇങ്ങനെ ഒന്ന് ഉണ്ട് എന്ന് നമ്മുടെ വഖഫ് ബോർഡ് അറിയട്ടെ, ലോകം അറിയട്ടെ. അതുകൊണ്ട് അവർക്ക് തെളിവുകൾ വേണമോ? അല്ല, സത്യസന്ധവും സുതാര്യവുമായിട്ട് ഫറൂഖ് കോളേജ് ഇടപെട്ടിരിക്കുന്നു എന്നുള്ളത് ആശാവഹമായ ഒരു കാര്യമാണ്. മുനമ്പത്തുകാർ നിങ്ങൾ പേടിക്കേണ്ട, ഭയപ്പെടേണ്ട. തീർച്ചയായും അവരോടൊപ്പം നടപ്പാകും. സത്യം അവരോടൊപ്പം ഉണ്ട്. അതുണ്ട് എന്ന് സാക്ഷ്യപ്പെടുത്താൻ ഫറൂഖ് കോളേജും അതിന്റെ രേഖകളും ഉണ്ട്. അത് നമ്മൾ അവരോട് പറയുന്നു, ലോകത്തോട് പറയുന്നു. പ്രേക്ഷകരത് അറിയട്ടെ.